നമസ്തേ. ഇന്ന് വളച്ചു കെട്ടി സംസാരിക്കുന്ന ഒരാളെ പരിചയപ്പെടാം. അയാൾ ഒരു ദിവസം വൈകുന്നേരം ഒരാൽത്തറയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ അവിടേക്ക് എത്തിച്ചേർന്നു. ആ വന്ന ആൾ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കണേ? അപ്പോൾ ഇരിക്കുന്ന ആൾ മറുപടി പറഞ്ഞു. രസകരമായൊരു മറുപടിയാണ്. ഒരുത്തൻ പോയി ഒരുത്തിയായി, ഒരുത്തി പറ്റി ഇരുവരായി, ഇരുവരും കരുത്തരായി, കരുത്തരും വിരുദ്ധരായി, വിരുദ്ധരും ശത്രുക്കളായി, ശത്രുക്കളിൽ ഇളയവൻ്റെ ബന്ധുവിൻ്റെ ശത്രുവിൻ്റെ ഇല്ലം ചുട്ട് കരിച്ചവൻ്റെ അച്ഛൻ്റെ വരവും കാത്തിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ വന്ന ആൾക്ക് മനസ്സിലായി എന്താ പറഞ്ഞതെന്ന്. എന്നാൽ ഞാനും ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ഇത് കേട്ടപ്പോൾ മനസ്സിലായോ? ഒരു കഥയൊക്കെയാണ് ഈ പറഞ്ഞത്. വളച്ചു കെട്ടി പറഞ്ഞതാണെന്ന് മാത്രമേ ഉള്ളൂ. എന്താ അത്? ഒരുത്തൻ പോയി ഒരുത്തിയായി. അത് സൂര്യഭഗവാന്റെ തേരാളിയായിട്ടുള്ള അരുണൻ പണ്ട് ദേവലോകത്ത് നൃത്തം കാണാൻ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അരുണൻ സ്ത്രീവേഷം കെട്ടി ആ ദേവസുന്ദരിമാരുടെ ഇടയിൽ ചെന്ന് ഇരുന്നു. അതാണ് പറഞ്ഞത്. പിന്നെ ആ ഒരുത്തി പറ്റി ഇരുവരായി എന്ന് പറഞ്ഞു. അതെന്താ സംഭവം? പതിവല്ലാത്തൊരു സുന്ദരിയെ അവിടെ കണ്ടപ്പോൾ ദേവേന്ദ്രന് അദ്ദേഹം നൃത്തം കാണാനിരിക്കേണ്ട ആരാണെന്ന് അറിയണം തോന്നി. അതന്വേഷിച്ചു. ആ സുന്ദരിയെ തൻ്റെ മുറിയിലേക്ക് വരുത്തി. ഇന്ദ്രന് സുന്ദരികളെ കണ്ടാൽ വലിയ ആസക്തി ഉണ്ടാവുമല്ലോ. ആ സുന്ദരിയുമായിട്ട് രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പുത്രൻ ഉണ്ടായി. അതാണ് ബാലി. അങ്ങനെ ഒരുത്തി പെറ്റ് ഒരാളുണ്ടായി. ഇരുവരായി എന്നാണ് പറഞ്ഞത്. മറ്റേ ആളെങ്ങനെയാണ് ഉണ്ടായത് നോക്കാം. ഇത് സംഭവമൊക്കെ കഴിഞ്ഞ് അരുണൻ സൂര്യദേവൻ്റെ അടുക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോപിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് യാത്ര പുറപ്പെടാൻ സമയം വൈകിയിരിക്കണു. അപ്പോൾ എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ അരുണൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദിത്യനും തോന്നി, എന്നാൽ അരുണൻ്റെ സ്ത്രീവേഷം ഒന്ന് കാണണമല്ലോ. അതനുസരിച്ച് അരുണൻ വീണ്ടും സ്ത്രീയായി. അത് കണ്ടപ്പോൾ ആദിത്യനും കാമാസക്തി ഉണ്ടായി. ആ സുന്ദരിയായിട്ട് രമിച്ചു. അതിലൊരു പുത്രനുണ്ടായി. അതാണ് സുഗ്രീവൻ. അപ്പോൾ ഒരുത്തി പെറ്റ് ഇരുവരായി. രണ്ടുപേരും പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുടെ പുത്രന്മാരാണല്ലോ. അപ്പോൾ അവർ കരുത്തരായിട്ട് വളർന്നു വന്നു. ആ കരുത്ത് കൂടിക്കൂടി വന്നപ്പോൾ അവർ വിരുദ്ധ സ്വഭാവമുള്ളവരായിട്ട് മാറി. അത് വർദ്ധിച്ചു വന്നപ്പോൾ എന്താ? ശത്രുക്കളായി. രണ്ടുപേരും രണ്ട് ദിക്കിലൊക്കെ ആയി താമസം. ആ ശത്രുക്കളിൽ ഇളയ ആൾ സുഗ്രീവൻ. ആ സുഗ്രീവൻ്റെ ബന്ധുവാണ് ശ്രീരാമചന്ദ്രസ്വാമി. അദ്ദേഹം സീതാന്വേഷണ സമയത്ത് സുഗ്രീവൻ്റെ അടുക്ക് എത്തുകയും സഖ്യം ചെയ്യുകയൊക്കെ ഉണ്ടായ കഥ നമുക്ക് അറിയാം. രാമായണത്തിൽ പരിചയമുള്ളതാണ്. അപ്പോൾ സുഗ്രീവൻ്റെ അല്ലെങ്കിൽ ഇളയവൻ്റെ ബന്ധു ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ശത്രു ആരാ? രാവണൻ. ആ രാവണ രാക്ഷസൻ്റെ ഇല്ലം ചുട്ട് കരിച്ച ആൾ. ഇല്ലം എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ വീട് എന്നോ കൊട്ടാരം എന്നൊക്കെ പറയാം. ഇവിടെ ലങ്കാപുരി. ആ ലങ്കാപുരി ചുട്ടുകരിച്ചത് ആരാ? ഹനുമാൻ. ഹനുമാൻ്റെ പിതാവ് അച്ഛനെ കാത്തിരിക്കണു എന്നാണ് പറഞ്ഞത്. ഹനുമാൻ്റെ പിതാവ് ആരാ? വായു ഭഗവാൻ. അപ്പോൾ വായു ഭഗവാനെ കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതായത് കാറ്റ് കൊള്ളാനിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ കാര്യം എത്ര ഭംഗിയായിട്ട് വളച്ചു കെട്ടി കഥകളൊക്കെ ചേർത്ത് പറഞ്ഞു. ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ വാക്ചാതുരി ഉണ്ടാവണം.
മാത്രമല്ല നല്ല പുരാണ പരിചയവും വേണം. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നമുക്ക് വേറെയും കേൾക്കാൻ സാധിക്കും. ഏതായാലും ഇത് നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതായത് SSLC. നമസ്കാരം.